ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഈദ് പെരുന്നാൾ നാളെ ആയ സ്ഥിതിക്ക് ഇന്നത്തെ ഇഫ്താർ വിരുന്നിന് നമുക്ക് നാടൻ രീതിയിലുള്ള ഈ മുട്ടക്കറി ഉണ്ടാക്കി അടിപൊളിയാക്കാം. പഴയ കാലത്തെ ഈ മുട്ടക്കറി വളരെ നല്ല ടേസ്റ്റാണ്. മുട്ട പാലുകറിയാണ് ഇത്. അപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരിട്ട് കാണാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. നാടൻ കറി ആയതുകൊണ്ട് നമ്മളുടെ കേരളത്തിൻ്റെ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വേപ്പില ചേർത്ത് ഒരു 2 കഷ്ണം ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത് നന്നായിട്ട് ചതച്ച് ഇതിലേക്ക് ചേർക്കുക. ഇഞ്ചിയൊക്കെ ഏകദേശം നല്ലപോലെ ചൂടായി നല്ല മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10-12 വലിയ ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുള്ളി കുറച്ച് കൂടുതൽ വേണം, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറുള്ളി നന്നായിട്ട് മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ചെറുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയൊക്കെ ഒത്തിരി അങ്ങോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതിയാകും. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നമ്മൾ പഴയ കാലത്ത് അരച്ചാണ് എടുക്കുന്നത്. കുതിർത്തി വെച്ചിട്ട് അരച്ചെടുക്കും. പൊടികൾ മിക്സിയിൽ അരച്ച് എടുക്കുക അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുക ചെയ്യുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടി ചേർക്കും. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അരപ്പിൽ കിടന്നാണ് ഈ വെളുത്തുള്ളി കുക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കുക്കാകാതിരിക്കും. അങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ പൊടികളെല്ലാം മൂത്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് നടുവേ പിളർന്ന് ചേർക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്തത്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്ത് ചേർക്കുക. പിന്നെ കറിക്ക് വേണ്ട ഉപ്പാണ് ഞാൻ ചേർത്തത്. കറിക്ക് വേണ്ട ഉപ്പ് കറക്റ്റായിട്ട് ഇടാൻ അറിയാൻ പാടില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തിട്ട് പിന്നീട് നമ്മൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു 3-4 മിനിറ്റെങ്കിലും ഫ്രൈ ചെയ്യണം. സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി പച്ചവേപ്പില ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ആദ്യം കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഈ മസാല മിക്സ് ചെയ്യുക. അതിനുശേഷം ഗ്രേവിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കുക. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നല്ലതുപോലെ ഈ ഗ്രേവി തിളച്ച് ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം വറ്റണം. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ തിക്കായി. സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. അത് 4ആക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഗ്രേവിയുമായിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. പൊട്ടാറ്റോ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ, അതുകൊണ്ട് പൊട്ടാറ്റോയ്ക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന 4 മുട്ടയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ വരയാതെയാണ് ഇടുന്നത്. വരഞ്ഞിടുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേവിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. പക്ഷെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് വരയാതെയാണ് ഇട്ടിരിക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം മൂടി വെച്ചൊരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം
തുറന്ന് ഈ ഗ്രേവിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പുളിയായി പോയാൽ ഈ കറിക്ക് ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ. നേരിയ ഒരു പുളി മതി. അതുകൊണ്ട് 1 ടീസ്പൂൺ ഡൈലൂട്ടഡ് വൈറ്റ് വിനീഗറാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗറും ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. പിന്നെ ഇത് തുടരെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. നല്ലതുപോലെ തിളക്കുന്നത് വരെ ഈ ഗ്രേവി പതിയെ ഒന്ന് അനക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ പിരിയാതെ തിളച്ച് കിട്ടും. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കറിക്ക് എരിവ് കൂടുതൽ വേണ്ടവർ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കുകയോ അല്ലെങ്കിൽ കുരുമുളക് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നാടൻ സ്റ്റൈലിലുള്ള പഴയകാല മുട്ടക്കറിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഗരം മസാല ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഇഫ്താർ വിരുന്നിന് ഈ അടിപൊളി മുട്ടക്കറി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ മുട്ട പാൽക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നാളത്തെ ഈദ് പെരുന്നാൾ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.